പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരർ ഉപയോഗിച്ചിരുന്നത് അമേരിക്കൻ നിർമ്മിത M4 റൈഫിളുകളാണെന്ന് കണ്ടെത്തൽ. ശാസ്ത്രീയ പരിശോധനയിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. ഭീകരരെ സഹായിക്കുന്ന പ്രദേശവാസികൾക്കെതിരെ നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് ജമ്മു കാശ്മീർ പോലീസ്. ഇതുവരെ 2800 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പഹൽഗാമിൽ നിന്നും 40-ലധികം വെടിയുണ്ടകളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് ഭീകരർ ഉപയോഗിച്ചിരുന്നത് അമേരിക്കൻ നിർമ്മിത M4 റൈഫിളുകൾ ആണെന്നാണ് കണ്ടെത്തിയത്. 2021 വരെ അഫ്ഗാനിൽ അമേരിക്ക ഉപയോഗിച്ചിരുന്ന റൈഫിളുകളാണിവ. ഇത് എങ്ങനെ ഭീകരരുടെ കയ്യിൽ എത്തി എന്നതിനെക്കുറിച്ചാണ് ദേശീയ സുരക്ഷാ ഏജൻസി അന്വേഷിച്ചു വരുന്നത്. ഭീകരാക്രമണം നടത്തിയ ഭീകരരെ സഹായിക്കുന്നവർക്കെതിരെ നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് ജമ്മു കാശ്മീർ പോലീസ്. ഇതുവരെ 2800 പേരെ കസ്റ്റഡിയിലെടുത്തതായി കശ്മീർ IG VK ബിർദി അറിയിച്ചു. ഇതിൽ 90 പേർക്കെതിരെ PSA നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഭീകരർക്ക് സഹായം നൽകുന്ന ഓവർഗ്രൗണ്ട് വർക്കേഴ്സിനെ തിരിച്ചറിഞ്ഞ് പിടികൂടാനുള്ള പ്രത്യേക നടപടിയും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. അതിർത്തിയിൽ തുടർച്ചയായി 11ാം ദിവസവും നിയന്ത്രണ രേഖയിൽ പാക് വെടിവെപ്പുണ്ടായി. ബാരാമുള്ള, കുപ്വാര, അഖ്നൂർ, പൂഞ്ച് തുടങ്ങി 8 ഇടങ്ങളിലാണ് പാക് വെടിവെപ്പുണ്ടായത്. വെടിവെപ്പുണ്ടായതിനെ തുടർന്ന് ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു. പാകിസ്ഥാൻ നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിനാൽ നിയന്ത്രണ രേഖയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ കരസേന പഞ്ചാബിലെ ഫിറോസ്പൂരിൽ അടിയന്തര സാഹചര്യം നേരിടാനുള്ള മോക്ക് ഡ്രിൽ നടത്തി. ബാംഗ്ലിഹാർ ഡാമിൽ നിന്ന് ഇന്നലെ ജലമൊഴുക്ക് കുറച്ചതിന് പിന്നാലെ ഒഴുക്ക് താൽക്കാലികമായി നിർത്താനാണ് ഇന്ത്യയുടെ തീരുമാനം. സ്ഥിതി പരിശോധിക്കാൻ 50-ലധികം എഞ്ചിനീയർമാരെ കശ്മീരിലേക്ക് അയച്ചിട്ടുണ്ട്. നദികളിലെ ജലം ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കാനുള്ള പദ്ധതി തയ്യാറാക്കും. കിഷൻഗംഗ ഡാമിൽ നിന്ന് ജലമൊഴുക്ക് തടയുന്നതിനും ഉടൻ നടപടിയെടുക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.